ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ ചേർക്കാത്ത തക്കാളി മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി അതൊന്ന് നുറുക്കിയെടുത്തതാണ്. 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. നല്ലോണം മൂപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറിയാൽ മതി. അപ്പോൾ ഈ മോര് കാച്ചിയതൊക്കെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. മോരും തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ്. അതൊരു 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ തക്കാളി ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള മോരിന് അധികം പുളിയില്ല. അപ്പം ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മോരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കാവാനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ അടുത്തുള്ളത് നല്ല നാടൻ മോരാണ്. നിങ്ങളുടെ അടുത്ത് തൈരാണ് ഉള്ളതെങ്കിൽ തൈരൊന്ന് മിക്സിയിലടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിനി മോര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മോരുകറിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിട്ടുണ്ടോന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവൊക്കെ ഇടുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ നോക്കുക, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള മുളക് എരിവില്ല, അപ്പം ഞാൻ കുറച്ചും കൂടെ 2 മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആ വാടിയ മുളകൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നേരെ നമ്മുടെ മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മോരുകറിക്ക് നല്ല ടേസ്റ്റും കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചേർക്കാത്ത തക്കാളി മോരുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്